ജനങ്ങളെ കാണാനാണ് വരുന്നതെങ്കിൽ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടല്ലോ, അവിടെ ആശാവർക്കർമാരുണ്ടായിരുന്നല്ലോ, എത്ര മന്ത്രിമാർ അവരെ പോയി കണ്ടു? ഇതൊക്കെ വലിയ ചോദ്യമാണ്. BSCയുടെ അവിടെ സമരം നടന്നിരുന്നല്ലോ, നിങ്ങളുടെ എത്ര മന്ത്രിമാർ ആ ജനങ്ങളെ പോയി കണ്ടു? ഇപ്പൊ നേഴ്സന്മാരുടെ സമരം നടക്കുന്നു, ആരോഗ്യ മേഖലയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ എത്ര മന്ത്രിമാർ, നിങ്ങളുടെ എത്ര പ്രതിനിധികൾ ഇവരെയൊക്കെ പോയി കാണുന്നുണ്ട്? അത് ഒരു വലിയ ചോദ്യമാണ്. ആ സമയത്താണ് ഇത്തരം ഒരു ആൾക്കാർ കഷ്ടപ്പെട്ട് വന്ന് ജനങ്ങളെ കാണുക, പൊതുജനങ്ങളെ കാണുക എന്നാണ് ചെയ്യുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കും ജയിക്കാം ജയിക്കാതിരിക്കാം, ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം പുതിയ യാത്രകളൊക്കെ നടത്തുന്നത്. അടുത്ത ഭരണപക്ഷം വരുന്ന സമയത്ത് വോട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ഇതൊക്കെ വോട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ചിലപ്പോൾ വോട്ട് മുന്നിൽ കണ്ടുള്ള പ്രഹസനങ്ങളായിരിക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്ത് കോടികൾ മുടക്കി നിങ്ങൾ പ്രഹസനങ്ങൾ നടത്തുന്നില്ലേ? ഇപ്പൊ ഇന്ന് തന്നെ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിട്ടുണ്ട്. ഈ പാലം കഴിഞ്ഞ മാസം ഒരു ടെൻഡർ വിളിച്ച് നിങ്ങൾ ഉടനടി ഉണ്ടാക്കിയെടുത്ത പാലമാണോ ഇത്? ഇതിന്റെ പുറകിൽ എത്ര ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും? ഇപ്പോഴും ആ പാലവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ജനങ്ങളോട് പോയി ചോദിച്ചാൽ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് എത്രയധികം പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്, എത്ര പൊതുജനങ്ങൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്.